നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, മിടുക്കന്മാരുണ്ട്. ഇത് ഏപ്രിൽ 3 RS457 അടിപൊളി. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു ബോലുമലൈ ഫോർട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. തമിഴ്നാട്ടിലാണ്, ഹൊസൂർ റൂട്ടിലാണ് കാണിക്കുന്നത്. ഞാൻ മാപ്പ് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അത്തിബെല്ലെ ടോളിൻ്റെ അവിടെയാണ്. ഞാനും ഉണ്ട്, എൻ്റെ ഫ്രണ്ട് അനന്തും ഉണ്ട്. രണ്ടുപേരുടെ ഹൈനസ്സാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് 73 കിലോമീറ്ററാണ് കാണിക്കുന്നത്. പതിവില്ലാണ്ട് ഞങ്ങൾ ശനിയാഴ്ചയാണ് ഇറങ്ങിയത്. അതിൻ്റേതായൊരു തിരക്കുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ്റെ ടയർ പഞ്ചറായി പാവം. തമിഴ്നാട്ടിൽ പുതിയ റോഡിൻ്റെ പണികളൊക്കെ നല്ല സ്പീഡിൽ പോകണം കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സ്ട്രെച്ച് കുറച്ച് കാലമായി ഇപ്പോൾ കുറച്ച് സ്ലോ ആണോ എന്നൊരു ഡൗട്ട്. സമയം രാവിലെ 7 മണി കഴിഞ്ഞു. നമ്മൾ തമിഴ്നാട് കയറി. ഹൊസൂറാണ് ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുണ്ട്. ക്യാമറയിൽ എത്രത്തോളം വിസിബിൾ ആണെന്നുള്ളത് അറിയില്ല. 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേക്കും മഞ്ഞൊക്കെ അങ്ങോട്ട് മാറും. അതൊക്കെ ചൂട് കയറി തുടങ്ങും. അപ്പോൾ അതേപോലെ ഗൂഗിൾ അമ്മായി നമുക്ക് പണി തന്നിരിക്കുകയാണ്. ആദ്യം ഒരു സർവീസ് റോഡ് എടുത്ത് നേരെ പോകാൻ പറഞ്ഞു. അത് നേരെ പോയി കഴിഞ്ഞപ്പോൾ എങ്ങോട്ടോ വഴി കാണിച്ചു. പിന്നെ ഞാൻ ബൈക്ക് എന്നുള്ള ഓപ്ഷൻ മാറ്റി കാറാക്കിയപ്പോൾ ഇപ്പോൾ ഒന്ന് സ്റ്റേബിളായിട്ടുണ്ട്. അമ്മായി ഞങ്ങളെ വീണ്ടും വഴി തെറ്റിച്ചു. പക്ഷെ കൊള്ളാം, നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലത്ത് വന്നെത്തിയിട്ടുണ്ട്. ഈ അമ്മായിക്ക് എന്താ വട്ടാണോ? നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ഇപ്പം മഞ്ഞ് കുറേ കൂടി വിസിബിളാന്ന് തോന്നുന്നല്ലേ. സമയം 7:30 കഴിഞ്ഞു. നല്ല മഞ്ഞാണ്. ഈ ഒരു കാരണങ്ങളാലൊക്കെയാണ് ഞാൻ മോർണിംഗ് റൈഡ്സ് പ്രിഫർ ചെയ്യുന്നത്. ലോങ് ഡിസ്റ്റൻസ് അല്ല, ഇതേപോലെ പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ ഒരു ഉച്ചയൊന്നും ആക്കാണ്ട് ഏർലി മോർണിംഗ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ആ ഒരു ഉച്ച ചൂടൊക്കെ കയറുന്നതിന് മുന്നേ വീടെത്താം. ഫുൾ ടൈം. ഇവിടെയും ബാംഗ്ലൂർ റേറ്റൊക്കെ സെയിം തന്നെയാണ്, 102 തന്നെയാണ്. ആ, ഞാൻ മറന്നുപോയി വട്ടം ഓടിക്കാനുള്ള കാര്യം. ഇനി സമാധാനത്തിൽ പോവാം. അങ്ങനെ സമയം 8 മണി കഴിഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 36 കിലോമീറ്റർ കൂടെ പോകാനുള്ളൂ. 1 മണിക്കൂർ എടുക്കുന്നതാണ് കാണിക്കുന്നത്. ഈ ഒരു വഴിയൊക്കെ ആയപ്പോഴേക്കും മൊത്തം മരങ്ങളായി 2 സൈഡിലൊക്കെ. ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ ബാംഗ്ലൂരുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വരേണ്ട ഒരു റൂട്ട് തന്നെയാണത്. അതും വരുമ്പോൾ രാവിലെ തന്നെ വരിക. രാവിലെ സമയമായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കഷ്ടി ഒരു 10 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ റോഡ് കുറച്ചൊക്കെ ഒന്ന് മോശമാണ്. നിങ്ങൾക്കൊരു ഹിമാലയൻ എക്സ്പ്രസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തറവളി എൻജോയ് ചെയ്യും. അതൊരു ഷോർട്ട് കട്ടായിരുന്നു തോന്നുന്നുണ്ട് ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെ. ഇവിടെ എത്തിയപ്പോൾ റോഡ് അടിപൊളിയായി. നൈസ്. വലിയ ആളനൊക്കൊന്നുമില്ല, ശാന്തമായൊരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ വന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച എന്തായാലും ഞായറാഴ്ച വെച്ച് നോക്കുമ്പോൾ തിരക്ക് വളരെ കുറവായിരിക്കും. നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഒരു 5 കിലോമീറ്ററാണ് കാണിക്കുന്നത്. കുറേ ഹെയർ പിൻ ബെൻഡുകൾ വരുന്നുണ്ട്. റോഡ് തരക്കേടില്ല എന്നേ പറയാനുള്ളൂ. ഓ നൈസ്. ലെഫ്റ്റിൽ മല കണ്ടോ? അത് ടൗണാണോ? അല്ലല്ലോ, മലയാണ്. ആ ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ചാണ് പോകുന്നത്. ലെഫ്റ്റ്. ഹൈനസ്സും കൊണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു എക്സ്പൾസ് അല്ലെങ്കിൽ ഹിമാലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തോരം എൻജോയ് ചെയ്യുന്ന വെറുതെ ആലോചിച്ചാൽ മതി. ഞാനങ്ങനെ വലിയ ഓഫ് റോഡ് പുലിയൊന്നുമല്ല. പലപ്പോഴൊക്കെ ചെറിയ ഓഫ് റോഡ്സ് പോകാറുള്ളൂ. പക്ഷെ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകണതാണ്. അങ്ങനെ അവൻ ധൈര്യം തന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കയറി വന്നത്. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഇതും കൊണ്ടൊന്നും ഞാൻ വരില്ല ഒരിക്കലും. ആഹാ, ചേട്ടൻ പാഷനിൽ സിമ്പിളായിട്ട് വന്നേക്കണം. പുള്ളിക്കിതൊക്കെ വെറും സില്ലി മാറ്റേഴ്സ് ആയിരിക്കും. എത്തി, അതാണോ ടോപ്പ്?
എത്തിയപ്പോഴേക്കും റോഡ് സമാധാനമുണ്ട്. ഓ സീൻ വഴി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ശനിയാഴ്ച വന്നതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഹൈനസിന് പൊതുവെ ലോൻ്റെ ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ഈ കയറ്റമൊക്കെ കയറുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സുഖമില്ല. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ അവിടെ കുറേ ഹിമാലയത്തിൽ ഒരു അവെഞ്ചറൊക്കെ ഇരിപ്പുണ്ട്. ആ വലിയ തിരക്കിന് കുറവൊന്നുമില്ല കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, മിടുക്കന്മാരുണ്ട്. ഇത് ഏപ്രിൽ 3 RS 457 അടിപൊളി. അതെ ഒരു ജാവ ഇരിപ്പുണ്ടല്ലോ. അയ്യോ അതിൻ്റെ എക്സോസിൻ്റെ കഷ്ണം പോയടാ. ഒരു ചേട്ടൻ ഇതിൻ്റെ പൊക്കത്തേക്ക് ഹിമാലയൻ ഒടിച്ചിട്ട് സമ്മതിച്ച ചേട്ടനെ. തൊട്ടപ്പുറത്തല്ല ഒരു പാഷൻ കണ്ടിരിക്കുന്ന സ്പ്ലെൻഡറാണ്. ഏതോ വഴിയുണ്ട്. സോറി. ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട്. എന്തായാലും കോടകാരനൊരു സാധനം കണ്ടോളൂ. അമ്പലത്തിലെ പൂജാരി ഈ ചേട്ടനാണ് ഹിമാലയൻ ഓടിച്ച് മുന്നോട്ട് കയറ്റിയത്. സമ്മതിച്ച് ഞാൻ ചേട്ടൻ വീണാലും ശരി വീണില്ലെങ്കിൽ ശരി. ഈ ധൈര്യം എൻ്റെ ചാൾസ് ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇടാൻ മിടുക്ക തമിഴ്നാട്. ചേട്ടൻ ഇതൊക്കെ വെറും സില്ലി പരിപാടി. അങ്ങനെ കയറിയൊക്കെ കഴിഞ്ഞ് നടന്ന് വയ്യാണ്ടായി തിരിച്ചിറങ്ങുകയാണ്. ഓ ചേട്ടനൊക്കെ പ്ലാറ്റിന് എന്ത് സിമ്പിളായിട്ടാണ് കയറി പോണത്. കൊതിയോന്നു. ആഹാ എന്താ വ്യൂ. നമ്മൾ അവിടെ നിന്നാണ് ടിക്കറ്റ് എടുത്ത് കയറി വന്നത്. കയറാൻ പിന്നെയും കുഴപ്പമില്ല, ഇറങ്ങുമ്പോഴാണ് സീൻ. ഒരു ചെറിയ കടമ്പ കഴിഞ്ഞു, ഇനിയും കിടക്കുന്നു. ഈ ട്രെയിൻ ആ ടയേഴ്സ് അത്യാവശ്യം കൊള്ളാട്ടോ, നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. ഈ കട്ട് ഓഫ് റോഡൊക്കെ പോകുന്ന ചേട്ടന്മാരെ ഞാൻ സമ്മതിച്ചിട്ടോ. സ്കില്ല് രണ്ടൊന്നും പറയാനില്ല. എൻ്റെ ടാങ്ക് ബാഗ് അടിച്ച് ഞാൻ തോളത്ത് കയറ്റി. റൈനോക്സിൻ്റെ ടാങ്ക് ബാഗിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. മാഗ്നറ്റിൻ്റെ ഭാഗം നമുക്ക് അഴിച്ചു മാറ്റി ഷോൾഡർ ബാഗ് ആക്കാൻ പറ്റും. അങ്ങനെ ഞാൻ തട്ടി ഷോൾഡർ കയറ്റിയിരിക്കുകയാണ്. അല്ലാണ്ട് ഒരു ടാങ്ക് ബാഗ് വെച്ചുകൊണ്ട് ഇങ്ങനത്തെ റോഡുകളൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖമുള്ളൊരു പരിപാടിയല്ല. ഫ്രണ്ടിൽ ഒരു R15 ട്രയംഫ് സ്പീഡ് 400 പോകുന്നുണ്ട്. R15 കാരനെയും ഞാൻ സമ്മതിച്ചു. നമ്മൾ നേരത്തെ നിർത്തിയത് ഇവിടെയായിരുന്നു. അവൻ ഭയങ്കര സിമ്പിളായിട്ടാണ് പോകുന്നത്. അതിനെ പോയി നല്ല ശീലമുണ്ട്, എനിക്കത്ര ശീലമില്ല. ശരിയാണ് കേട്ടോ, എണീറ്റ് നിൽക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ വണ്ടി എക്സ്പൾസും ഹിമാലയനും അല്ലല്ലോ, ഒരു CB 350 ഹൈനസാണ്. എങ്കിലും എൻ്റെ അമ്മേ എന്ത് പോക്കാൻ പോണേ. ആവൂ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു, സമാധാനമുണ്ട്. പോണ്ടെന്നാണ് പറഞ്ഞത്. കൊക്കയിലൊന്നും ഒന്നും ചാടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. ജീപ്പ് എന്തൊക്കെയോ പോകുന്ന വഴിയാണെന്നാണ് തോന്നുന്നത്. കൊക്കയെത്തിയ അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. ഇറങ്ങി ഇവിടെ എത്തി. ഇവിടെ ചെറിയൊരു ഡീറ്റൂർ ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കയറി
അവിടെ 2 പിള്ളേർ പറഞ്ഞതിൻ്റെ ഇവിടെ വഴിയില്ല എന്നുള്ളത്. ഞാൻ വിചാരിച്ചു കൊക്കയായിരിക്കുന്നു, പക്ഷെ അല്ല, ഇവിടെ ഒരു ഡെഡ് എൻഡാണ്. ഇവിടെ വരെ വണ്ടീൻ്റെ ട്രാക്ക് ഉണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് വന്നത്. എന്തോ ഒരു ജീപ്പൊക്കെ വരുന്ന വഴി പോലെ തോന്നി എനിക്ക്. താഴത്തേക്കൊരു വഴി കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അവനതൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ കാഴ്ചയൊക്കെ കഴിഞ്ഞു. വന്ന വഴി തിരിച്ചു പിടിക്കുകയാണ്. അങ്ങനെ മേലോടെത്തി. ചെറിയ സമാധാനമുണ്ട്. കേട്ടാ ചെളുതെറിപ്പിക്കല്ലേ, തെറിച്ചില്ല. ആ രാവിലത്തെ മഞ്ഞൊക്കെ അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. സമയം 10 മണി. ഒരു 11-11:30 ആകുമ്പോഴേക്കും ചൂട് അങ്ങോട്ട് കയറി തുടങ്ങും. നിങ്ങൾ ഹൈനസ് ഓൺ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഹൈനസ് മേടിക്കാൻ താല്പര്യമുണ്ട്, അതിലേക്ക് ഇതേപോലെ ഓഫ് റോഡും പല വട്ടമൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ മുന്നേ പോകുന്നതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു. ഹൈനസും കൊണ്ട് ഈ പോക്കൊക്കെ പോകുന്ന വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് അവൻ. വരുന്ന വഴിക്കാണ് ആ ചാട്ടം. അവൻ എയറിലായിരുന്നു ഒരു സെക്കൻഡ്. ഹിമാലയനിലും എക്സ്പൾസൊക്കെ ചെയ്യണതാണോ, വണ്ടി ഒരു അഡ്വഞ്ചർ ബൈക്കാണ്, പക്ഷെ ഇതും കൊണ്ട് ഇങ്ങനെ ചെയ്യണതാണോ സമ്മതിച്ചു കൊടുത്താൽ പറ്റുള്ളൂ മോനെ. അവൻ്റെ വണ്ടിയിൽ കാർബൺ റേസിങ്ങിൻ്റെ ഇൻക്ലൈൻ റൈസേഴ്സ് വെച്ചിട്ടുണ്ട്. എൻ്റെ വണ്ടിയിൽ ഞാനൊരു ടൂറിങ് ഹാൻഡിൽ ബാർ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് എണീറ്റ് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ സ്റ്റോക്ക് ഹൈനസ് ആണെന്നുണ്ടെങ്കിൽ എണീറ്റ് നിന്ന് ഓടിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേക്കാം, കാരണം ഹാൻഡിൽ ഭയങ്കര ഷോർട്ടായിട്ട് ഫീൽ ചെയ്തേക്കും. പിന്നെ വണ്ടി അലോയ് ആയതുകൊണ്ട് അലോയ് ബെൻഡാകുമോ എന്നുള്ള നല്ല പേടിയുണ്ട് എനിക്ക്. അവൻ്റെ വണ്ടി ബാക്ക് അലോയ് ഒരിക്കൽ ബെൻഡായതാണ്, റിപ്പയർ ചെയ്തെടുത്തു. എങ്കിലും അലോയ് ആയതുകൊണ്ട് ഇങ്ങനത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ചാടി പൊളിച്ചൊക്കെ പോകുമ്പോൾ അത് പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ ഹൈനസിൻ്റെ ബാക്കിൽ കിടക്കുന്നത് റേസിൻ്റെ ടൂർ R എന്ന് പറഞ്ഞ ടയേഴ്സാണ്. അത്യാവശ്യം ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഉണ്ട്. ട്രെയിൽ R-ന് ചെറിയൊരു കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈവേസിൽ പോകുമ്പോൾ ഭയങ്കര റോഡ് നോയ്സാണ്. എനിക്കതങ്ങനെ അനോയിങ് ആയിട്ട് തോന്നിയിട്ടില്ല, എങ്കിലും ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. വെടി കണ്ട് അങ്ങോട്ട് ഇറക്കാൻ പറഞ്ഞ് പോയി നോക്കാം എവിടെ എത്തുന്നുള്ളത്. ഇവിടെ പായലൊക്കെ ഉണ്ട്. എല്ലാവരും വീട്ടിലോട്ടുള്ള വഴിയാണോ എന്തോ. ഞങ്ങോട്ട് പോകണോ? തിരിക്കാല അല്ലേ? അങ്ങനെ ആ ഒരു ഭ്രാന്ത് കഴിഞ്ഞു. ഇവനെപ്പോലെ ഇതുപോലെ ധൈര്യം തരാൻ ആളുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടും ഇറങ്ങി ചെല്ലാം, ഏത് വണ്ടിയാണെങ്കിലും. ഞാൻ പിന്നെ അവനും ഹൈനസ് ആണല്ലോ എന്ന് ധൈര്യം എനിക്കുണ്ട്. പിന്നെ എന്നെക്കാളും കൂടുതൽ ഓഫ് റോഡ്സൊക്കെ അവൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. അപ്പോൾ ആ ഒരു ധൈര്യം എന്തായാലും എനിക്കുണ്ട്. തിരിച്ച് ഞങ്ങൾ മെയിൻ റോഡെത്തി. എനിക്ക് ഈ റോഡ് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. 2 സൈഡിലും മരങ്ങൾ റോഡിലേക്ക് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അലപ്പട്ടി. തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പട്ടിയാണ്. കർണാടക ആകുമ്പോൾ മൊത്തം ഹള്ളി, തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ എല്ലാം പട്ടി. അതെന്താ കളി എന്ന് എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. AKS ടീ ഷോപ്പ്. ലൊക്കേഷൻ എനിക്കറിയാൻ പാടില്ല, പക്ഷെ നല്ല ചായയും ആയിരിക്കുന്നുണ്ടോ. കുറേ ബിസ്ക്കറ്റുകൾ ഇരിപ്പുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കുറച്ച് പാർസൽ മേടിച്ചിട്ടായിരുന്നു ഓർത്തായിരുന്നു, പക്ഷെ കുറേ ഉണ്ട്. അത്തിബേല ടോളിലേക്ക് ഇവിടെ നിന്ന് 43 കിലോമീറ്ററാണ് കാണിക്കണം. വിശപ്പിൻ്റെ വിളി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 2 ചായ കുടിച്ച് 2 ബിസ്ക്കറ്റ് കഴിച്ചപ്പോഴേക്കും വിശപ്പ് അങ്ങോട്ട് കെട്ടുപോയി എന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ അത്തിബേല ടോൾ കഴിഞ്ഞു. റൈഡ് ഓൾമോസ്റ്റ് അവസാനിച്ചെന്ന് തന്നെ പറയാം. അനന്തൂന് യലങ്ക വരെ എത്തണം. ഇവിടുന്ന് വേറൊരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട് ഭാഗത്ത്. ജസ്റ്റ് ഒന്ന് നിർത്തി അവനോട് ഒരു ടാറ്റ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അവനവിടെ നിന്ന് നേരെ BTM പോയിട്ട് അവിടെ നിന്ന് നേരെ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ബോലുമലൈ ഫോർട്ടിലേക്ക് പോയ ഒരു റൈഡായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. മോട്ടോർ സൈക്കിൾ കണ്ടൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് മീ സണി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. റൈഡ് സേഫ്. Bye.